ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. വാണിജ്യ തലസ്ഥാനമുള്ള സംസ്ഥാനമായ മഹാരാഷ്ട്രയെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. മഹാരാഷ്ട്ര ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. വിസ്തൃതിയിൽ മൂന്നാമതും ജനസംഖ്യയിൽ രണ്ടാമതുമാണ് ഈ സംസ്ഥാനം. ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന മുംബൈയാണ് തലസ്ഥാനം. ഋഗ്വേദത്തിൽ രാഷ്ട്ര എന്നും അശോക ചക്രവർത്തിയുടെ കാലത്ത് രാഷ്ട്രിക് എന്നും അറിയപ്പെട്ട ഈ പ്രദേശം ഷ്വാൻസാങ് തുടങ്ങിയ വിദേശ യാത്രികരുടെ രേഖകൾ മുതൽ മഹാരാഷ്ട്ര എന്നാണ് അറിയപ്പെടുന്നത്. മറാഠി ഭാഷ സംസാരിക്കുന്നവരുടെ ഭൂപ്രദേശം എന്ന നിലയിലാണ് സ്വാതന്ത്ര്യത്തിനു ശേഷം സംസ്ഥാനം രൂപീകൃതമായത്. 112 ദശലക്ഷത്തിലധികം ജനങ്ങൾ ഇവിടെയുണ്ട്. തലസ്ഥാനമായ മുംബൈയിൽ 18.4 ദശലക്ഷം ജനസംഖ്യയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരപ്രദേശമാണിത്. ഗോദാവരി, കൃഷ്ണ എന്നിവയാണ് സംസ്ഥാനത്തെ 2 പ്രധാന നദികൾ. ഇന്ത്യയിലെ ഏറ്റവും നഗരവൽക്കരിക്കപ്പെട്ട മൂന്നാമത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുൻപ് മഹാരാഷ്ട്രയെ കാലാതീതമായി ഭരിച്ചിരുന്നത് സതവാഹന രാജവംശം, രാഷ്ട്രകൂട രാജവംശം, പടിഞ്ഞാറൻ ചാലൂക്യർ, ഡെക്കൻ സുൽത്താനത്ത്, മുഗളരും മറാത്തകളും ബ്രിട്ടീഷുകാരും ആയിരുന്നു. ഈ ഭരണാധികാരികൾ ഉപേക്ഷിച്ച അവശിഷ്ടങ്ങൾ, സ്മാരകങ്ങൾ, ശവകുടീരങ്ങൾ, കോട്ടകൾ, ആരാധനാലയങ്ങൾ എന്നിവ സംസ്ഥാനത്തുടനീളം സ്ഥിതി ചെയ്യുന്നു. ആജന്താളാതെ എല്ലോറ് ഗുഹകളുടെ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങൾ ഇവയിൽ ഉൾപ്പെടുന്നു. മുംബൈ പോലുള്ള വൻ നഗരങ്ങളിൽ മറാഠിയേക്കാൾ ഹിന്ദിയും ഇതര ഭാഷകളുമാണെന്ന് സംസാരിക്കപ്പെടുന്നത്. 1956 മുതൽ നിലവിലുണ്ടായിരുന്ന ദ്വിഭാഷ ബോംബെ സ്റ്റേറ്റിന് യഥാക്രമം ഭൂരിപക്ഷം മറാത്തി സംസാരിക്കുന്ന മഹാരാഷ്ട്ര, ഗുജറാത്തി സംസാരിക്കുന്ന ഗുജറാത്ത് എന്നിങ്ങനെ വിഭജിച്ചാണ് 1960 മെയ് 1 മഹാരാഷ്ട്ര രൂപീകരിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.